ഇന്ന് എന്താ ഇവിടെ വരാൻ വിചാരിച്ചേ മേലെ ഈ സ്ഥലത്ത്? ഗോപു എന്താന്നറിയില്ല ഇന്ന് രാവിലെ തൊട്ട് അങ്ങ് ഭയങ്കര സങ്കടത്തില് എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു സങ്കടം. അപ്പൊ എനിക്കാണെങ്കിൽ നിനക്കറിയാലോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ നേച്ചർ എപ്പോഴും എനിക്ക് ഭയങ്കര ഹീലിംഗാ. അപ്പൊ ഞാൻ ഓർത്തു ശരി കുറച്ചൊരു മൂഡൊന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാന്ന് വിചാരിച്ചു. എന്താന്നറിയോ, ഉം, ഡാഡി മമ്മിയൊക്കെ കുറെ ദൂരെയല്ലേ. ഉം. അപ്പം അവർക്ക് ഈ വയ്യാണ്ട് വരുമ്പോ ഒന്ന് പോയി നോക്കാനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. ഒന്നാമതെ മക്കളും ഇപ്പം ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിൽ വിട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല. അപ്പം ആകെ മൊത്തം ഒരു സങ്കടം. എന്താ ചെയ്യാ, എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക? ഇത് നിന്റെ മാത്രല്ലടാ, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാ ലേഡീസിനും, പ്രത്യേകിച്ച് ലേഡീസിന് ഫേസ് ചെയ്യുന്ന ഒരു ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ട്. അവരവിടെ ഒറ്റയ്ക്കും അതെ. നമ്മള് ഇവിടെയും, നമുക്കും കുട്ടികളും അവര് ഉം. വലിയ ക്ലാസ്സിലേക്ക് അതെ, അതുകൊണ്ട് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ പഴയ പോലെ. സ്കൂൾസും അത്രയും ഇമ്പോർട്ടന്റ് അല്ലേ. അവിടെ മെയ്ഡ് ഒക്കെ ഇല്ലേടാ? മെയ്ഡൊക്കെ ഉണ്ട്. എന്നാലും നമ്മള് ചെല്ലേണ്ടിടത്ത് നമ്മൾ തന്നെയല്ലേ. അവർക്ക് ആ എന്താ പറയാ ഫിസിക്കലി ഒന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇമോഷണലി അവരെ സ്ട്രോങ് ആക്കാനൊക്കെ നമ്മൾ തന്നെ വേണ്ടേ. എന്നാ ഈ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് നമ്മുടെ കൂടെ വന്ന് നിക്കാൻ പറഞ്ഞാലും അവര് റെഡിയല്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആയിരിക്കോ? അല്ല, അവരവർക്ക്, എനിക്ക് ഇപ്പത്തെ ഒരു ഏജിൽ തോന്നുന്നത് നമുക്കൊരു ഫ്രീഡം, നമ്മുടെ സ്പേസ്, അതെനിക്ക് തോന്നുന്നു ഏത് ഏജ് എത്തിയാലും ആരും വിട്ടുകൊടുക്കാൻ റെഡിയല്ല. പിന്നെ ഒരു ചെറിയ കോംപ്രമൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അത് അങ്ങോട്ട് മാനേജ് ചെയ്ത് പോണത്. പാരന്റ്സ് വന്ന് നിൽക്കുന്നവർ എനിക്ക് തോന്നുന്നു അധികപക്ഷം അവര് കോംപ്രമൈസ് ചെയ്യായിരിക്കും. പിന്നെ ചിലവര് പാരന്റ്സിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവര് ആ കുട്ടിയോട് ചെയ്യുന്ന കോംപ്രമൈസ് അതെ, ആയിരിക്കും. അതെ, അതെ. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരുപാട് ആലോചിക്കണം. പിന്നെയുള്ള വഴി നമുക്കൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആലോചിക്കാൻ പറ്റും. നമ്മള് വയസ്സാകുമ്പോ ഇപ്പൊ നമുക്ക് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ ഡിപ്പെൻഡ് അതെ, ചെയ്യണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ അവരെ കരിയർ നമ്മൾ കാരണം സ്പോയിൽ ആവണ്ടെന്ന് നമ്മൾ ഈവൻ ചിന്തിക്കും. ഫാമിലി ലൈഫും. അതെ. ഞാൻ പറയട്ടെ, നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ ഐ മീൻ നമ്മളുടെ മോളോ മോനോ ആരാണെങ്കിലും ഒരു ഇച്ചിരി അവരാണ് ചിലപ്പം ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നമ്മള് വി ടെൻ ടു ടേക്ക് ദ സൈഡ് ഓഫ് അവർ അതെ, അതെ. അറിയാതെ ഒരു അഭിപ്രായം പറയാനോ ഒരു സൈഡ് പിടിക്കാനോ. ഒരു അടി കാണുമ്പോൾ നമുക്ക് ചിലപ്പോ സങ്കടം വരും. അയ്യോ ഇതെന്താ ഇവരിങ്ങനെ, അവർക്കതൊരു യൂഷ്വൽ അതെ, റൂട്ടീൻ അതെ, ആയിരിക്കും. അതെ, അതെ. പക്ഷെ നമ്മള് കാണുമ്പോ പെട്ടെന്ന് നമുക്കൊരു സങ്കടമോ എന്തെങ്കിലുമൊക്കെ വരും. അതെ, സത്യമാണ്. നമ്മളും കുറെ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ പറയുന്ന പോലെ ഇവിടെ വന്ന് നിൽക്കെന്ന് പറഞ്ഞാലും ചിലപ്പം അവർക്കും അത് വരാൻ ഭയങ്കര അതെ, തോന്നുന്നുണ്ടാവില്ല. അതെ, കാരണം അതെ. അവർക്ക് അവരുടെ ഇപ്പം എന്റെ ഇൻലോസ് ആണെങ്കിൽ അവരുടെ പഴയ വീടും അവിടെ ഉള്ള ഒരു കാറ്റ്, ഈ അധികം എസിയും ഫാനും അങ്ങനത്തെ യൂസേജ് അല്ല. അപ്പൊ അവർക്ക് അവിടുത്തെ നല്ല കാറ്റ്, വൈകുന്നേരം മുറ്റത്ത് വന്ന് ഇരിക്കുക, ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളൂ. അതെ, പിന്നെന്താ, കുക്കിന് വെക്കാനൊന്നും ഇഷ്ടല്ല. കുക്കിന്റെ വെക്കുന്ന സ്വാദ് അതൊന്നും അവർക്ക് പറ്റുന്നില്ല. അതെനിക്ക് തോന്നുന്നു ആ ഏജ് എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് അതിനെ പറ്റി അതെ, അതെ. കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വയസ്സാകുമ്പം എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ അധികം ആലോചിക്കാറ്. അവരെയും ബുദ്ധിമുട്ടിക്കരുത്, അതെ. പക്ഷെ അവർക്ക് നമ്മൾ ആലോചിച്ച് സങ്കടപ്പെടാനും പാടില്ല. ഇവിടെ നിനക്കറിയോ കുറെ റിട്ടയർമെന്റ് ഹോംസ് ഒക്കെ ഉണ്ട് ഇപ്പം. ഇപ്പം പുതിയത് വന്നിട്ടുണ്ട്. അതെ, അതെ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബേസിക് കാര്യങ്ങള് നീഡ്, ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സപ്പോർട്ടിന് മക്കളെ തന്നെ വേണം കേട്ടോ. മക്കൾ ചെയ്യേണ്ടത് മക്കൾ തന്നെ ചെയ്യണം. പക്ഷെ നമ്മളെ ബേസിക് നീഡ്, അതായത് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും, ക്ലീനിങ്ങിന് ആൾക്കാർ വരും, പിന്നെന്താ ഓവറോൾ ഹെൽത്ത് ഒക്കെ നോക്കാൻ ഡോക്ടേഴ്സും ഓൺ കോൾ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു സമാധാനം നമുക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും. പാരന്റ്സ് ആരും സേഫ് ഹാൻഡ്സ്. പക്ഷെ പാരന്റ്സ് ആഗ്രഹിക്കുന്ന ഇമോഷണൽ സപ്പോർട്ടും വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനുള്ളൊരു സുഖമൊക്കെ അങ്ങനത്തെ സ്ഥലത്ത് കിട്ടുമോന്ന് അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയും ഞാനും ഒക്കെ ഒരേ ഏജ് അല്ലേ? നമ്മൾ എല്ലാരും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മക്കളൊക്കെ എല്ലാരും ഓരോ സ്ഥലത്ത് പോയി കഴിയുമ്പോ നമ്മളുടെ ഒക്കെ ഒരു സ്റ്റേജ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയി സ്റ്റേ ചെയ്താലോ? അപ്പൊ ഇപ്പൊ അടിച്ചു പൊളിക്കുന്ന പോലെ നമുക്ക് അവിടെ വയസ്സാകുമ്പോ അടിച്ചു പൊളിക്കാം. പിന്നെന്താ, എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരല്ലോ. ഭയങ്കര നല്ല കുക്കാണ്. കാലും കൈയും വയ്യെങ്കിൽ ഞാൻ അങ്ങനെ വടിയും കുത്തി പിടിച്ചിട്ടില്ല. ഇങ്ങനെ വെച്ച് ഞാൻ
അതിന് കാലക്കെട്ടൂടാ. അതെ, നമ്മള് പിന്നെ ഡിഷ് വാഷർ ഒക്കെ അപ്പം അവിടെ മറ്റേ ഇപ്പൊ നമ്മളുടെ ഒരു ക്ലീനിങ്ങിന് ഒരു സാധനല്ലേ, എന്താണ് ഒരു റോബോ വാക്യൂം ക്ലീനർ, അതെ അതൊക്കെ അതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഐഡിയ നല്ലതാട്ടോ. ഫ്രണ്ട്സിന് നമുക്ക് ഇപ്പോഴും പ്ലോട്ട് ഒക്കെ വാങ്ങാം. അപ്പൊ അടുത്തടുത്ത് കുറച്ച് വീടുണ്ട്, വീട് അടുത്തടുത്ത്. അപ്പൊ അപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡായിട്ട് അടി ഉണ്ടാക്കിയാലും അവിടെ വന്ന് ഗോപൂന്ന് പറഞ്ഞു. അങ്ങനെ. അപ്പൊ ആ സങ്കടത്തിന് നമ്മൾ അതെ, സന്തോഷമാക്കും അതെ. വയസ്സാകുമ്പോ. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് ഗോപു, ഇപ്പൊ കുട്ടികളും ഇപ്പൊ നമ്മളുടെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ സ്വന്തം കാര്യങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ളതും അവർക്ക് തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയല്ലോ. ഈ ചെറിയ കുട്ടികളാവുമ്പോഴാണ് ശരിക്കും ഞാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കോയമ്പത്തൂര് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്റെ കുഞ്ഞു കുട്ടിയും കൊണ്ട് പോയതാണ്. അപ്പൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും, അയ്യോ മമ്മി ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. എനിക്ക് ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളും ഒത്തിരി ഏജ്ഡ് ആയിട്ടുണ്ടാവില്ല, നമ്മളുടെ ഹെൽത്ത് ശരിയായിരിക്കും. അപ്പൊ എനിക്കൊന്ന് അങ്ങനെയുള്ളപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ താമസിക്കാതെ, ഇപ്പൊ അവര് ഫ്ലാറ്റിലാണെങ്കിൽ അതേ ബിൽഡിങ്ങിൽ വേറൊരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ട് അങ്ങനെയൊക്കെ താമസിക്കുക. ഏതൊരു ആക്ട്രസ്, എനിക്കിപ്പോ ഓർമ്മയില്ല ആരാന്ന്, ഒരു ഹിന്ദി സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്ന് എന്റെ ഓർമ്മയില്ല, അവര് പറയുന്നുണ്ടായിരുന്നു, ഞാന് കല്യാണം കഴിച്ചാൽ അവരൊക്കെ കുറച്ചും കൂടി സെറ്റിൽ ആയിട്ടില്ല, കല്യാണം കഴിക്കുമ്പോൾ എന്റെ അഡ്ജസ്റ്റന്റ് ഫ്ലാറ്റ് ആയിരിക്കും എന്റെ പാരന്റ്സിന് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ നീ പറഞ്ഞ അതേ പോയിന്റ്, പാരന്റ്സ് ഈ വീട്ടിൽ ഇന്റർഫിയർ ചെയ്യുന്നുമില്ല, ഇവരുടെ ഫുൾ അറ്റൻഷൻ സപ്പോർട്ടും നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പൊ ഇപ്പൊ പിള്ളേർക്ക്, ഇപ്പം ഞാനാണെങ്കിൽ കരിയർ എന്റെ കുട്ടികളുടെ ആ ഫാമിലി വേയിൽ പോയപ്പം ഞാൻ വിടേണ്ടി വന്നതാണ്. അപ്പൊ അവർക്കും ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യവും വരില്ല. അതേസമയം സ്വന്തം അച്ഛനും അമ്മയാണല്ലോ, ഈവൻ ഇൻലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്കും ധൈര്യപൂർവ്വം അതൊരു ഭയങ്കര അതെ. പിന്നെ അവര് ചെയ്യുന്ന പോലെ നമ്മൾ എത്രയൊക്കെ പൈസ കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഹൗസ് ഹെൽപ്പ് നമുക്കൊക്കെ കിട്ടും പാരന്റ്സിന്റെ. പിന്നെ കുട്ടികൾക്കും ഗ്രാൻഡ് പാരന്റ്സിന്റെ ആ ഒരു ഭയങ്കര നല്ലതാണ്. പല കഥകളും പറഞ്ഞു കൊടുക്കാനുണ്ടാവല്ലോ, നമുക്ക് വയസ്സായി നമുക്ക് അത് ചെയ്യാം. മോളെപ്പോഴും പറയും എന്നോട്, ഐ തിങ്ക് അമ്മ, ഇഫ് ഐ ഹാവ് എ ചൈൽഡ് യു വിൽ നോട്ട് ലീവ് ദ ചൈൽഡ്. കാരണം നമുക്ക് സത്യം. അപ്പൊ ചിലപ്പോ കുട്ടികളെ ഇഷ്ടമായിട്ട് നമുക്ക് നല്ല ആയിരിക്കും. അതെ. ഇപ്പൊ എലിവേറ്റ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറെ ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുമായിട്ടൊരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ എന്താ പറയാ, ഈ വീട് വിട്ടിട്ട് ഞാൻ എവിടെയും പോറില്ല, അത് മാത്രം ഉണ്ടാവാൻ പാടില്ല. അതെ. ഇപ്പം എന്റെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ അവർക്ക് നിന്റെ ഇൻലോസിനെ പറ്റി പറഞ്ഞതുപോലെ അവർക്ക് കുറെ പറമ്പുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോ ഒരു നല്ല സമാധാനമാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അവർക്ക് ആ വീട് വിട്ട് പോവാൻ പറ്റത്തില്ല കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ വീടിനോട് നമുക്ക് വലിയ അറ്റാച്ച്മെന്റ് താമസിക്കും തോറും നല്ലതാണ്. പക്ഷെ when it is time to leave the house, I think we should be ready to do that. ഈസിലി ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്കും ഈസി ആവും, അവർക്കും ഈസി ആവും, എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ കുട്ടികളുടെ കൂടെ ഇരിക്കുക, പാരന്റ്സിനും സന്തോഷമാണ്, പാരന്റ്സിന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷമാണ്. പാരന്റ്സ് ഉള്ളവര് ഒരു ബ്ലെസ്സിങ് ആണ്, കുറെ മക്കൾ ഉള്ളവർക്ക് അത് വേറൊരു ബ്ലെസ്സിങ് ആണ്. Let's count our blessing. Okay, bye. Exactly.